Good evening. നമ്മൾ ഇന്ന് നടന്ന കേരള PSC Polytechnic lecture Electrical and Electronics question discussion ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇലക്ട്രിക്കൽ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കും. ഇലക്ട്രിക്കലിന്റെ മാത്രം. അപ്പോൾ ബാക്കി ബേസിക് ആയിട്ടുള്ള സിവിൽ ഉണ്ട്, മെക്ക് ഉണ്ട്. അതിനുശേഷം വരുന്ന നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും കൂടെ ചേർന്ന പോർഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ The Norton equivalent circuit of the network shown in figure consists of dash current source with parallel resistance. ഫിഗറിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കുക, അതാണ് ഉദ്ദേശം. ഏതിന് അക്രോസ്? എയും ബി അവർ തന്നിട്ടുണ്ട്. സോ എക്കും ബിക്കും അക്രോസ് ഉള്ളതാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ മൊത്തം നമുക്ക് ചെയ്യേണ്ട. അതിനു മുന്നേ നമുക്ക് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടാൽ മതി. അതായത് നോർട്ടന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് തന്നെ കണ്ടാൽ മതി. 1ഉം 2ഉം ഈ ഒരു രണ്ട് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്ത് സർക്യൂട്ടിനുള്ളിലേക്ക് നോക്കിയാണ്. സോ 1 and 2 is parallel. So answer is 2/3 ohm. 2/3 ohm ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question. A point at which two or more elements have a common connection. നമുക്കറിയാം പോയിന്റ്സ് എലമെന്റ്സുകൾ തമ്മിൽ ഒരു സർക്യൂട്ടിൽ നെറ്റ്വർക്കിൽ വന്ന് കൂടുതൽ എലമെന്റ്സ് ജോയിൻ ചെയ്യുന്ന കോമൺ പോയിന്റ് പറയുന്ന പേരെന്താ? ഇറ്റ്സ് നോഡ്. ഓപ്ഷൻ സി. Next question. For a low pass filter, the attenuation is 0 throughout the frequency range for which the characteristics impedance is. So characteristics impedance for a low pass filter ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്? It's for attenuation ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോർമലി നമുക്കറിയാം attenuation എന്ന് പറയുന്നതിന് ഒരു ഇമേജിനറി ടേം ആയിരിക്കും വരുന്നത് ത്രൂ ഔട്ട് ദ ബാൻഡ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഇറ്റ്സ് പ്യുവർലി കപ്പാസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A balanced 3-phase star connected load with IR is equal to 5 angle 0, IY is equal to 5 angle minus 120 degree, then IS is equal to 120 degree. Sorry, ഇവിടെ ഒരു 5 കൂടെ വരും. ക്വസ്റ്റ്യനിൽ ഒരു 5 കൂടെ ഉണ്ട്. 5 angle 120. അപ്പോൾ മൂന്ന് കറണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. IA, IB, IY. ദെൻ നമുക്കറിയാം മൂന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. സോ ബാലൻസ്ഡ് സിസ്റ്റത്തിൽ നമുക്കറിയാം എന്താ ചോദിച്ചിരിക്കുന്നത്? സീറോ സീക്വൻസ് കറണ്ട് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദേ ആർ ആസ്കിങ് സീറോ സീക്വൻസ് കറണ്ട്. അപ്പൊ സീറോ സീക്വൻസ് കറണ്ട് എന്താ? ബാലൻസ്ഡ് സിസ്റ്റത്തിൽ ഇറ്റ്സ് ആൻഡ് കറണ്ട് ഈസ് സീറോ സീക്വൻസ്. സീറോ കമ്പോണന്റ് എന്താ? 3 phase സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ആണ്. അപ്പൊ ആൻസർ എന്താ? ഇറ്റ്സ് zero atoms. Option C. Next question നോക്കി. The flux density between two plates separated by mica of relative permittivity 5 is 8.85 microcoulomb per meter square. Voltage microcoulomb per meter square. Then we have to find the voltage gradient between the plates. Flux density തന്നിട്ടുണ്ട്. Relative permeability of 5 permittivity 5 ആണ്. 8.85 microcoulomb per meter square ആണ് വോൾട്ടേജ് ഗ്രേഡിയന്റ്. സോ നമുക്ക് വേണ്ടത് വോൾട്ടേജ് ഗ്രേഡിയന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. സോ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഇതിന്റെ ആൻസർ വന്നിട്ട് 20 kV per meter. ഇതെങ്ങനെയാ വന്നത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്. സോ എപ്സിലോൺ ആർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെന്ത് തന്നിരിക്കുന്നത്? മൈക്രോകൂളോം പെർ മീറ്റർ സ്ക്വയർ, വിച്ച് മീൻസ് സി ബൈ ലെങ്തിന്റെ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സി ബൈ ലെങ്തിന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജിന്റെ ഇക്വേഷൻ പോവാം. വോൾട്ടേജ് ബൈ മീറ്റർ എന്നുള്ള ഇക്വേഷനോട്ട് പോവാം. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി 20 kV per meter. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഓഫ് 1 meter carrying a current of 30 amps lies perpendicular to a uniform magnetic field of flux density 0.8 Tesla. The magnitude of force experienced by the conductor. The magnitude of force experienced by the conductor. ഇതില്ല, 80% എന്ന് പറയുന്നതില്ല, അത് മിസ്റ്റേക്ക്. The magnitude of force ആണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ? ബി ഐ എൽ സൈൻ തീറ്റ. ബിൽ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്താ? ഇറ്റ്സ് എ യൂണിഫോം മാഗ്നെറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ. സോ ആൻസർ ഈസ് എഫ് ഇസ് ഈക്വൽ ടു BIL. B ബിൽ നമ്മൾ കടിച്ചിട്ടുണ്ട്. ബിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബില്ലാണ്. ആൻസർ കിട്ടുമ്പോൾ എന്ത് കിട്ടും? B into I into L. ആൻസർ ഇസ് ഈക്വൽ ടു 24 Newton. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 megahertz plane propagating fresh water at this frequency, losses in water are negligible. In water
അതിന്റെ എന്താ വാട്ടറിന്റെ 𝜇𝑟 തന്നിട്ടുണ്ട്. വാട്ടറിന്റെ 𝜇𝑟 ആണ് തന്നിരിക്കുന്നത്. ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആൻഡ് 𝜇T ഈസ് ഈക്വൽ ടു 1 MHz. 𝜇𝑟 ഈസ് ഈക്വൽ ടു 1 ആൻഡ് 1 MHz. ദെൻ എപ്സിലോൺ തന്നിട്ടുണ്ട്. എപ്സിലോൺ R ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എപ്സിലോൺ R തന്നിട്ടുണ്ട്. ഇറ്റ്സ് 81 എന്ന് തന്നിട്ടുണ്ട്. എപ്സിലോൺ R 81. ദെൻ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ. വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ മ്യൂവും എപ്സിലോണും തമ്മിലുള്ള ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ ഈസ് 0.3 into 10⁻⁷ m/s. ഇത് ഇലക്ട്രോണിക്സിന്റെ കമ്മ്യൂണിക്കേഷൻ സെക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ ലൈൻസ് എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുക. ട്രാൻസ്മിഷൻ ലോസ്. അടുത്ത് നോക്കി, ദ ഡിറക്ഷൻ ഓഫ് പോയിന്റിംഗ് വെക്ടർ. ഈ പോയിന്റിംഗ് വെക്ടറും നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ എന്താ, മാഗ്നറ്റിക് ഫീൽഡ്, EMT, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള രീതിയിൽ നോക്കുക. ഫീൽഡ് തിയറി എന്നുള്ള പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കും. The direction of pointing vector. Pointing vector is indicate the direction of instantaneous and the electrical and magnetic answer and the its power flow. Pointing vector is for power flow. Next question, okay. A capacitor uses dielectric 0.04. That is thickness തന്നിട്ടുണ്ട്. Then operates at 30 volt തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. Which means kW/m ഉള്ള ആൻസർ വേണം. നമുക്ക് ഡയറക്ട്ലി അറിയാം ഓപ്പറേറ്റ്സ് 30 വോൾട്ട് തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക്കിന്റെ സെപ്പറേഷൻ എത്രയും തന്നിട്ടുണ്ട്, 0.04 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. സോ ആൻസർ എന്തായിരിക്കും? സോ kW/m ആണ് വേണ്ടത്. സോ 30 divided by 0.04 millimeter. The answer is 75 kW/m. കിലോവാട്ടിലോട്ടാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. സോ കിലോവാട്ട് 1000 വോൾട്ട് ഡിവൈഡ് ബൈ 1000 കൂടെ ചെയ്യാൻ മറക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Question number 30. A ceramic capacitor has an effective plate area of 4 cm². Area തന്നിട്ടുണ്ട്. Separated by distance തന്നിട്ടുണ്ട്. Relative permittivity തന്നിട്ടുണ്ട്. Capacitance ആണ് ചോദിക്കുന്നത്. Capacitance equation എന്താ? is equal to epsilon0 A/d. epsilon0 ആണ് A/d. തന്നിരിക്കുന്നത് relative permittivity. So epsilon0 epsilon r. epsilon0യുടെ വാല്യൂ കൂടി അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് its answer is 3540 picofarad. Next question. A 10 volt battery is connected across a load having a resistance of 20 ohm. The energy dissipated and the VI into T or V square by R, power into time. The answer its answer is 600 joule. Simple power equation. Question number 32. Okay. Value of voltage V. This is across all voltage. Simple and the voltage divider 80 into 5 by 8. The answer is 40. 80 into 5 by 8. The answer is 50 volt. Option B. Question number 33. An EMF of 2 kV is induced in a coil when a current of 2 amps collapses uniformly to 0. The inductance of the coil is. The Baki question and the collapses uniformly to 0 from. Question the Baki from 4 millisecond. From 4 millisecond. So time in the difference 4 milliseconds. Then current 2 amps from 0. So 2. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസ് ഇക്വേഷൻ V is equal to L into di by dt. V is equal to L into di by dt കൊടുക്കുക. I യുടെ ഡിഫറൻസ് is 2. Then കറന്റിന്റെ ഡിഫറൻസ് എന്താ? കറന്റിന്റെ ഡിഫറൻസ് ടൈമിന്റെ ഡിഫറൻസ് 4. സോ വോൾട്ടേജ് 2 kV തന്നിട്ടുണ്ട്. ആൻസർ എന്ത് കിട്ടും? ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ്സ് 4 Henry. Option C. Question number 34. A series RC circuit takes 250 watts at a power factor of 0.5 from a 100 volt 50 Hz supply. The impedance of the circuit is. ഒരു RC സർക്യൂട്ട് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് 250 watts at a power factor of 0.5 volt 100 volt 50 Hz ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 250 watt തന്നിട്ടുണ്ട്, 100 watt തന്നിട്ടുണ്ട്. ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്, ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്താന്ന് കിട്ടും? V square by Z കൊടുക്കുക. The answer is 50 ohm. Option A. From the circuit shown in figure, reading of the ammeter is. Ammeterന്റെ റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അമ്മീറ്ററിന്റെ റീഡിംഗ് എന്തെന്ന് വരും? 11.5 ടോട്ടൽ വരുന്നു. 3 amps ഇതിലോട്ട് പോകുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കറന്റ് ഡിവൈഡർ ഫോർമുല ഉപയോഗിക്കുക, കറന്റ് ഡിവിഷൻ ഫോർമുല ഉപയോഗിക്കുക. പാരലൽ റെസിസ്റ്റൻസ് ഉണ്ട്, കറന്റ് ഡിവിഷൻ ഫോർമുല ഉപയോഗിക്കുക. ആൻസർ കിട്ടുന്നത് സി, ഓപ്ഷൻ 2.5 amps. A series circuit consists of coil of resistance 2 ohm
Inductance 64 millihenry, capacitance 40 microfarad. The Q factor of the circuit ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. Q factor in the circuit നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R/2 root of L by C. R/2 root of L by C ആണ് ഇക്വേഷൻ. അതിൽ എന്തുണ്ട്? L ഉണ്ട്, C ഉണ്ട്, R ഉണ്ട്. So the answer is R/2 root of L by Z. R/2 root of L by Z. L ന്റെ വാല്യൂ 64 ഉണ്ട്, C യുടെ വാല്യൂ 40 ഉണ്ട്. So 64 by 40 millihenry 10⁻³ ൽ പോകും. അപ്പൊ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 16 root. So 4 into it's 240 ohm എന്ന് കിട്ടും. Option B. Question number 37. A coil consists of 100 ohm and an inductance of 200 millihenry. If an alternating voltage V given by V is equal to 200 sine, it's not in sine, 200 sine 500 t volts, then what is applied across the coil? The current through the coil. Current through the coil ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കറണ്ട് ത്രൂ എ ഓൾട്ടർനേറ്റിംഗ് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. കറണ്ട് ചോദിച്ചിരിക്കുന്നു. റെസിസ്റ്റൻസും ഉണ്ട്, ഇൻഡക്ടൻസും ഉണ്ട്. സോ റെസിസ്റ്റൻസും ഇൻഡക്ടൻസും രണ്ട് ഇംപിഡൻസും ആ സർക്യൂട്ടിൽ ആക്റ്റീവ് ആയിട്ട് വരും. സോ രണ്ട് സർക്യൂട്ടിൽ ആക്റ്റീവ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ R plus J XL ആണ് വരുന്നത്. സം എഫക്റ്റീവ് ആയിട്ട് എന്തെന്ന് വരും? റൂട്ട് ഓഫ് R plus J XL². എക്സലിന്റെ വാല്യൂല് L മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഒമേഗ ഇവിടെ നിന്ന് എടുക്കണം. ഒമേഗയുടെ വാല്യൂ എന്താ? ഒമേഗയുടെ വാല്യൂ 500. 500 എന്ന് ഒമേഗ തന്നിട്ടുണ്ട്. സോ ഒമേഗ T. സോ XL ഒമേഗ. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ എന്ന് വരും. സോ L ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 100 square plus XL omega square. Sorry, നേരത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് Q factor is equal to 40 into 2 by 2. So its answer is 20 ohm ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ Z വരും. 1 amps. Option is 1 amps. Then 38th question. 2 wattmeter are connected to measure the input power to a balanced 3-phase. If the instrument readings are 8 kilowatt and 4 kilowatt, the load factor is, which means W1 W2 തന്നിട്ടുണ്ട്. So tan phi √3 W1 minus W1 by W1 plus W2. ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 കിട്ടും. 5 കിട്ടുമ്പോൾ cos 5 is equal to 30 എന്ന് കിട്ടും. cos 30 0.86. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A DC source having an open circuit voltage VOC തന്നിട്ടുണ്ട്. Internal resistance of 1.2 ohm തന്നിട്ടുണ്ട്. So 24 by 1.2. Its answer is 120 ohms. 120 watt. V² by R watt. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പവർ. സോ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ എന്താ? V² by 4R. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ V² by 4R. ആൻസർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ ഇസ് ഓപ്ഷൻ 120 watt. ഓപ്ഷൻസ് കൺഫ്യൂഷൻ ആയിരിക്കും. ആൻസർ ഇസ് ഇറ്റ്സ് 120 watt. ഓപ്ഷൻ C or D in the answer question paper. But our answer is 120 watt. Next question നോക്കി. For an RC phase shift oscillator, the oscillator employing BJT has an angular frequency oscillation. ഇത് ഏതുമായിട്ട് അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് കറക്റ്റ് ചെയ്ത് വരുന്ന പോർഷനാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആംഗുലർ. ആൻസർ ഈസ് 3/RC റൂട്ട് ഓഫ് 6/40n. ഇതിൽ ഓപ്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. സോ അതൊരു കൺഫ്യൂസിംഗ് ആയിട്ട് ഇട്ടിരിക്കുക. നമുക്കത് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻസ് ആർ കൺഫ്യൂസിംഗ്. So it should be, we can recheck that. അടുത്ത നോക്കിയേ. ഓപ്പാമിന്റെ ഒരു പ്രോബ്ലം ആണ്. ഓപ്പാം V4 തന്നിട്ടുണ്ട്, R2 വാല്യൂ തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്റ്റേക്ക് കാണും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ഒരു ഓപ്പാമിന്റെ ഫിഗർ തന്നിട്ടിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പഠിച്ച ഓപ്പാമിന്റെ സർക്യൂട്ട്സ് ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഓപ്പാം സർക്യൂട്ട് എടുക്കുക. സോ ഇതില് വാല്യൂസിന് കുറച്ച് മാറ്റം നിങ്ങൾ നോക്കിയാൽ കാണാം. വാല്യൂസ് ഈസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. V1 V2 തന്നിരിക്കുന്നത്. നേരത്തെ 1/√RC/√6 + 40n 4n എന്നാണ്, 1 ആണ് വരുന്നത്. ആൻസറിൽ നമുക്ക് തന്നിരിക്കുന്നത് 3/RC എന്നാണ്. സോ അത്
കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കുക. അത് ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. 3/RC ഉണ്ട്, 1/RC ഉണ്ട്. ആൻസർ ഈസ് ഇറ്റ്സ് 1/RC ആണ്. ഇതിന്റെ ആൻസർ പറയുന്നത് 1/RC ആണ്. ഇത് 1/RC ആണ്. സോ 1/RC ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 1/RC into √6/4. ഓപ്പാമിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. R1 R2 വെച്ചുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൻസർ ഈസ് കിട്ടുന്നത് -3 വോൾട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ ബി -3 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. ഓപ്പാം സർക്യൂട്ട് വിച്ച് കൺവേർട്ട് സൈൻ വേവ് സിഗ്നൽ ടു സ്ക്വയർ വേവ് സിഗ്നൽ. നമുക്കറിയാം എന്താണ് ഷ്മിറ്റ് ട്രിഗർ ആണ്. അടുത്ത FIR ഫിൽറ്റേഴ്സ് വിൽ ഹാവ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത്. FIR ഫിൽറ്ററിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ എന്താണ് ഓൺലി സീറോസ് ആയിരിക്കും അവർക്കുള്ളത്. അടുത്ത ടൈം പീരീഡ് ഓഫ് ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്റർ. ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്ററിന്റെ ടൈം പീരീഡ് എന്താ? ഇറ്റ്സ് 0.693 into RA plus 2RB into C1. It's RA, not RS. Commonly RA. Okay, RS into 2RB plus RC. ക്വസ്റ്റ്യനിൽ RA എന്നാണ് തന്നിരുന്നത്. 0.693 RA plus 2RB into C1. With the voltage regulator experience a 10 microvolt change in its output voltage when its input voltage 10 by. So it's simple. 10 microvolt 2 volt ആണെങ്കിൽ അതിന്റെ റെഗുലേഷൻ എത്രയാണ്? 5 microvolt per volt. It's not n microvolt per volt. 8081 ഒരു പ്രോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. കോഡിംഗ് എന്താ? ക്ലിയർ എ, ORL 9090H, CPLA. ആൻസർ എന്ത് കിട്ടും? ഇറ്റ്സ് A66H എന്നാണ് കിട്ടുന്നത്. അടുത്ത മൈക്രോ പ്രോസസർ വിത്ത് 12 അഡ്രസ് ലൈൻ. 12 അഡ്രസ് ലൈൻ ഉണ്ടെങ്കിൽ എത്ര കേപ്പബിൾ ആണ് അഡ്രസ്? ഇറ്റ്സ് 2/12. 2/12 എന്ന് പറഞ്ഞാൽ 2/10 into 2/2. 2/10 is 1024. So 1024 into 4. അപ്പൊ എത്ര കിട്ടും? 4096 ലൊക്കേഷൻ. 48 നോക്കിയേ. സിംഗിൾ ഫേസ് ഫുൾ വേവ് മിഡ് പോയിന്റ് തൈറിസ്റ്റർ കൺവേർട്സ് 230/200 volt ട്രാൻസ്ഫോമർ വിത്ത് സെന്റർ ടാപ്പ് ഓൺ സെക്കൻഡറി. നമുക്ക് ചോദിച്ചിരിക്കുന്ന PAV ഓഫ് ദ തൈറിസ്റ്റർ ആണ്. സോ PAV ഓഫ് ദ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ദ തൈറിസ്റ്റർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ വേവ് മിഡ് പോയിന്റ് ആണ്. സോ ഫുൾ വേവ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ സെന്റർ ടാപ്ഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ PAV പെർ തൈറിസ്റ്റർ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ PAV പെർ തൈറിസ്റ്റർ വരുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ്സ് 282.81. അടുത്ത ക്വസ്റ്റ്യൻ, ഗെയിൻ മോഡുലേറ്റഡ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഈസ് ആൽസോ നോൺ ആസ്. ഗെയിൻ മോഡുലേഷൻ നടത്താൻ പറ്റുന്ന ട്രാൻസിസ്റ്റർ ഏതായാലും ഇറ്റ്സ് മോസ്ഫെറ്റ്. മോസ്ഫെറ്റിന്റെ ഗെയിൻ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. The typical question power dissipation of low power CMOS is it's 2 nW. It's 2 nW, 2 nanowatt. Find the sampling interval. Sampling interval അറിയാം, ഒമേഗ തന്നിട്ടുണ്ട്. So sampling interval is 0.57. Next, the ideal SNR is in 8-bit note. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Ideal SNR, signal to noise ratio of bit of 8 bit. 8 ബിറ്റിന്റെ ADC യുടെ ideal SNR value is 49.92 dB. In which memory program data for the currently executing memory is the cache memory. Fastest memory is in cache memory. Next, emitter follower amplifier. ഇതില് emitter follower amplifier ന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. സോ emitter follower amplifier ലോ ഇൻപുട്ട് ലോ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് ആണോ ഓർ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം emitter follower റെസിസ്റ്റൻസിന് എന്താ വരുന്നത്? ഇറ്റ്സ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഹൈ ഇൻപുട്ട്, ലോ ഔട്ട്പുട്ട്. The factors which affect the operating point stability are temperature ഉണ്ട്, transistor parameter, aging. It's in all the above. When the input to class C amplifier is a sine wave, the output will flow. Class C amplifier output current in the limitation ആണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഇറ്റ്സ് നോട്ട് റൺ, ഇറ്റ്സ് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്ത് ചെയ്യുന്നതാണ്? കറണ്ട് വിൽ ബി ലെസ് ദാൻ ഹാഫ് സൈക്കിൾ. ഓപ്ഷൻ സി. The reduction in voltage gain in the frequency range of an RC coupled amplifier is due to the presence of coupling capacitor. RC coupled amplifier is due to coupling amplifier. An amplifier has a voltage gain of 100. To reduce gain distortion, 5% negative feedback is employed. The gain of the amplifier, option A, 16.67. A series field winding terminals of a differentially compound DC generator are extremely shorted, then the output terminal voltage will be, increase. The output terminal voltage will be option A, increase.
அடுத்த question, a 220 volt DC motor produces 40 Newton meter torque at an armature current is 10 amps. When the armature current is 50 amps, the developed torque will be the option രണ്ട് confusion is 90 Nm വരെ 60 Nm വരെ. കാര്യം DC motor എന്നാണ് തന്നിരിക്കുന്നത്. So 5 proportional to I1 എന്നുള്ള ഓപ്ഷൻ വരാം. So torque is proportional to I or torque proportional to I square വരാം. So it's two option confusing ആണ്. So it should be wrong. Next question. An alternator has a 12 slots per pole and the first coil lies in 1 and 11. Then the pitch is cos alpha is equal to cos 15 and answer. Then alternator generates 400 volt 50 Hz when excited with 5 watt, assuming that the magnetic field circuit is unsaturated. So unsaturated ആയതുകൊണ്ട് ഇവിടുത്തെ ratio എന്താണ്? V by F ratio is maintaining. 400 by 5 is 8. So ഇവിടെയും maintain ചെയ്യണം. So 40 എത്ര ആയിരിക്കും? It's 40 into 8. It's 320 volt. Option B. A three-phase salient pole synchronous generator is connected to an infinite bus. It is operated at half full load under excited condition. So under excited condition, it's for low leading power factor. Distributed winding and short circuit employed. Short coding is employed. Endina reduction in both EMF and harmonics. Harmonics reducing and short coding. Distributed winding ഉപയോഗിക്കും. So distributed winding ഉപയോഗിച്ചുകൊണ്ട് EMF reduces. So reduction in both EMF and harmonics. A three-phase 450 volt 6-pole 50 Hz squirrel cage induction motor is running at a slip of 5%. The speed of the stator magnetic field relative to the rotor magnetic field is, that is speed relative. Stator and rotor same speed. So it's in 0 and relative speed. The full load slip of an induction motor depends on full load slip on. So synchronous speed depends. A three-phase cage induction motor is started by direct online starting. Starting current 5 times the full load ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഇക്വേഷൻ 2 SM by 1 plus SM by 1 എന്നുള്ള ഇക്വേഷൻ ടോർക്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടു ഫുൾ ലോഡ് ടോർക്ക് ഇക്വേഷൻ കൊടുക്കുമ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ബി 1.25. By design, what is the phase difference between current in the main and auxiliary? നമുക്ക് അറിയാം കപ്പാസിറ്റർ സ്റ്റാർട്ടിൽ എന്ത് വേണം? ഒരു ക്വാഡ്രേച്ചർ ആംഗിൾ ഡിഫറൻസ്. സോ 90 ഡിഗ്രി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ഓക്കെ, എ 200 volt 200 bar 400 volt 50 Hz two winding transformer. A 200 bar 400 volt 50 Hz two winding transformer ആണ് തന്നിരിക്കുന്നത്. Is rated as 20 kilo amps 20 kilovolt amps. Its winding connected as an auto transformer of rating 200 by 600 volt. The power rating of the auto transformer ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ power rating of the auto transformer നമുക്കറിയാം normal into 1 by. So its answer is 30 kVA, 30 kilowatt amps. Option C. Next question, okay. In a 200 per 100 volt 50 Hz transformer, 150 volt and 75 Hz is applied to the primary side. Assume the magnetic circuit will unsaturated. The flux will change it. Flux and the change in the flux will. This is 150 50 Hz. 75 lot to mari. So flux will change to 0.5 times. A 400 bar 150 volt delta star transformer has 2 amps third harmonics line current. It's 1 amps. 2 amps on a third harmonic. So first harmonics is 1 amps. The DC motor which can provide zero speed regulation, which means zero speed regulation. Provide zero speed regulation. Speed regulation alla zero speed. It's in differential compound. The series field. The equal area criterion. The equal area criterion നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയിൽ വരുന്ന ടോപ്പിക് ആണ്. സോ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി, ദെൻ സിങ്ക് കർവ്സ്, റിയാക്റ്റീവ് പവർ stability, reactive power limit or reactive power stability, short circuit current. So the answer is equal area criterion is for transient stability analysis. Option B. The positive sequence and negative sequence voltage are equal. Positive and negative equal ആയിട്ടുള്ള it's double line to ground fault. ബാക്കി എല്ലാത്തിലും ground effect വരുന്നതിലായിരിക്കണം പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ ആയിട്ട് വരുന്നത്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ടിൽ എന്താ ഇറ്റ്സ് ഈക്വൽ ടു 1 + 1/3 ടൈംസ് ആണ് ഫോൾട്ട് വന്നത്. സോ ഈക്വൽ ആയി വരുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട്. നെക്സ്റ്റ് പ്ലഗ് ഫാക്ടർ ആണ്. പ്ലഗ് ഫാക്ടർ നമുക്കറിയാം സെക്കൻഡറി കറന്റ് CT കറന്റ് ഡിവൈഡ് ബൈ
സപ്ലൈ കറണ്ട് 4000 വോൾട്ടിന്റെ എത്ര പോകുന്നു? സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 6.67. ഫ്ലക്സ് സെറ്റിംഗ് മൾട്ടിപ്ലയർ നമ്മൾ ഇക്വേഷൻ ഉണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് വോൾട്ടേജ് ഫേസ് ആംഗിൾ, അതായത് ബിയും ഡെൽറ്റയും മാത്രം സ്പെസിഫൈ ചെയ്യുന്ന ലോഡ്സ് ഏതാ, ബസ് ഏതാ? ഇറ്റ്സ് സിങ്ക് ബസ്. ഓപ്ഷൻ സി. ലോഡ് ബസ്സിന് പിയും ക്യൂ, ജനറേറ്റർ പിയും ബിയും. ഫൈൻഡ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ. സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ ഈസ് നോട്ട് ഓപ്ഷനിൽ ഇല്ല, കിട്ടില്ല. സോ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വാലിഡ്. Calculate the flux density of a moving coil voltmeter with a 10 ohms resistance. Resistance തന്നിട്ടുണ്ട്, not hundreds, 10 ohm. 10 ohm resistance. Deflection volt തന്നിട്ടുണ്ട്, കോയിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. കൊടുക്കേണ്ട ഇക്വേഷൻ ഈസ് ബി ടോർക്ക് ഈസ് ഈക്വൽ ടു BIA sin theta. BIA sin theta എന്നുള്ള ഒരു ഓപ്ഷനാണ് BIA. സോ ബി ഉണ്ട്, എ ഉണ്ട്. സോ ബി അതിൽ നമുക്ക് കാണാം. ഇറ്റ്സ് ആൻസർ ഈസ് 0.1 Wb/m². The output voltage of a piezoelectric crystal is 240 volt. Subject to pressure 2 × 10⁻⁷. Calculates the voltage sensitivity of 3 mm. The answer is 0.04. Which bridge is preferred for high Q coil? Hayes bridge. There are 4 horizontal and 3 vertical tangency. So its answer is simple. Fy/fx എന്ന് പറഞ്ഞാൽ എന്താ? Fy/fx എന്ന് പറഞ്ഞാൽ horizontal tangency divided by vertical. So Fy/fx is equal to 4/3. Fx തന്നിട്ടുണ്ട് 150. So the answer is 200 Hz. In a real-time sampling, the data acquisition system with the bandwidth is limited to Fs/2. Bandwidth is limited to നമുക്കറിയാം Fന്റെ ലിമിറ്റ് Fs/2. രണ്ടിനെയും ഇടയ്ക്കാണ് നിൽക്കുന്നത്, രണ്ടിനും ഇടയ്ക്ക് ആണ് നിന്നത്, നമ്മൾ കണ്ടായിരുന്നു Fs/2. അടുത്തത് ഒരു ലോഡ് ഫാക്ടറിന്റെ പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാണ്. 150 മെഗാവാട്ട് പവർ സിസ്റ്റം പവർ വാട്ട് ഡെലിവർ 150 megawatt for 2 hours, then 100 megawatt for 7 hours, and shut down for the rest of the day. But the problem is answer idile match aayittu varilla. So approximate answer is 30.5%. When sag is increased in an overhead transmission line, sag udumba endha pattunnathu? Obviously tension increase, tension is decreasing. A load of 1500 kilowatt with a load current of 80 amps is delivered by a 3-phase transmission line having conduction load and each of the resistance 1 ohms per kilometer. Calculate the distance of the load is delivered. So the answer is 14.06 kilometers. Transmission loss തന്നിട്ടുണ്ട്, which means transmission loss എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ലോസ്. 3 phase ആയതുകൊണ്ട് 3 phase-ലെ ലോസ് എടുക്കുക. കറണ്ട് തന്നിട്ടുണ്ട്, 3I²R കൊടുക്കുക. R-ലെ 1 ohm per kilometer ആണ്. സോ അതിൽ നിന്ന് കിലോമീറ്ററിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 14.06. നെക്സ്റ്റ് കറണ്ട് ചോപ്പിംഗ് ഈസ് ഒക്കേഴ്സിംഗ്. ബൾക്ക് ഓയിൽ ഉണ്ട്, മിനിമം ഓയിൽ ഉണ്ട്, എയർ ബ്ലാസ്റ്റ് ഉണ്ട്, ഓൾ ദ എബോവ്. So answer is air blast circuit breaker. Next question, suggest which of the following frequency can be used to sample y of t is equal to 10 sin t plus 2.5 sin 314t plus 3.7 1000 t. So the answer is maximum frequency വരുന്ന നോക്കുക. So it's in 1000 Hz. Option D. അടുത്ത നോക്കിയേ, ഒരു കൺട്രോളബിൾ ഒബ്സർവറിന്റെ ടോപ്പിക് ആണ്, അത്യാവശ്യം ചെയ്യേണ്ട പ്രോബ്ലം ആണ്. സോ ദ ആൻസർ ഇസ് ഇറ്റ്സ് സ്റ്റേബിൾ ആൻഡ് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് കൺട്രോൾ. രണ്ട് സ്റ്റേബിളും ആണ് കൺട്രോൾ. എങ്ങനെ നമുക്ക് കിട്ടുന്ന വെച്ചാൽ ഇതിന് SI - A ഇൻവേഴ്സ് കാണുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക, ട്രാൻസ്ഫർഷന്റെ പോൾസ് നോക്കുക, ദെൻ പോൾസ് നോക്കിയതിന് ശേഷം ഒബ്സർവർ ആണെന്ന് അടുത്ത അതിന്റെ സിംഗുലാരിറ്റി ചെക്ക് ചെയ്യുക. സോ സ്റ്റേബിൾ ആൻഡ് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് കൺട്രോളബിൾ ആണ്. അടുത്ത കമ്പ്യൂട്ട് ദ ടൈം റിക്വയർഡ്. കമ്പ്യൂട്ട് ദ ടൈം റിക്വയർഡ് ഫോർ സെറ്റിലാവാൻ വേണ്ട സമയം. സോ ω(n) കണ്ടുപിടിക്കുക. ഇറ്റ്സ് 2 seconds എന്ന് കിട്ടും. ഓപ്ഷൻ ഈസ് ബി. ഓപ്ഷൻ ബി. ഐഡന്റിഫൈ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ω(n) നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ω(n) കണ്ടുപിടിക്കുക, ω(n) ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 3 radian/second. ഓപ്ഷൻ ബി. അടുത്ത ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ y of s by u of s. സിമ്പിൾ ആണ്, ഗ്രാഫ് എന്ന് തന്നെ നമുക്ക് എഴുതാം. 2 ലൂപ്പുള്ള ഇക്വേഷൻ ആണ് വരുന്നത്. സോ ഓപ്ഷനിൽ 2 ലൂപ്പുള്ള ഇക്വേഷൻ എടുക്കുക. ദെൻ P1 Δ1 ആണ് നമുക്ക് ഫസ്റ്റ് ന്യൂമറേറ്റർ വരുന്നത്. സോ P1 Δ1. Δ1 മീൻസ് എന്താ?
1 minus number of non-touching loop of the first forward path. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എങ്കിൽ ഇതിൽ ടച്ച് ചെയ്ത ലൂപ്പ് ഏതാ ഇതാ. സോ P1 എന്ന് പറഞ്ഞാൽ G1 into 1 minus G2 G3 H2. സോ G1 minus G1 G3 H2 വരുന്ന ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. ദെൻ അങ്ങോട്ട് ചെയ്യുക സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്സും കൂടെ വരുന്നുണ്ട്. സോ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്സ് വരുന്നുണ്ട്. സോ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്സ് വരുന്നത് ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സം മൈനസ് വരുന്നത് G1 minus G2 G3. The option is option A. The Nyquist plot of a system ആണ് തന്നിരിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫിഗർ തന്നിട്ടുണ്ട്. സോ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പോളും റൈറ്റ് ഓഫ് ദി ഇമാജിനറി ആക്സിസ് ആണ് കിട്ടുന്നത്. 2 പോളും റൈറ്റ് ഓഫ് ദി ഇമാജിനറി ആക്സിസ് കിട്ടും. സോ ഇറ്റ്സ് അൺസ്റ്റേബിൾ. സജസ്റ്റ് സ്യൂട്ടബിൾ കൺട്രോളർ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇതിന് പറ്റിയ കൺട്രോളർ സജസ്റ്റ് ചെയ്യുക. കൺട്രോളർ ഈസ് PD കൺട്രോളർ. Answer is option B. Option B. Identify whether the system exhibits a limit cycle. This is something the gate previous question ആണ്. So കുറച്ച് ടൈം നമുക്ക് എടുക്കും. പക്ഷെ the answer എന്ന് പറയുന്നത് limit cycle of √2 ആണ്. Exhibit state limit cycle of √2 radian per seconds. Identify the unity feedback system ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. Unity feedback system ഐഡന്റിഫൈ ചെയ്യുക. Whose characterization as a root locus that exists in negative axis of the real plane. ഇപ്പൊ നെഗറ്റീവ് ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതാ? 2 3 1 4 പോള് വരുന്ന ഓപ്ഷൻ. സോ ഇറ്റ്സ് ഓപ്ഷൻ ഡി. 3 പോളും 2 zeros. Which transfer function has the broad gain plot? ആദ്യം ഒരു 0 dB, then -20, then 0, then ഒരു -40 dB. So answer is option A. Identify the number of roots of the characteristic equation. ഇത് ഏതാ? റൂട്ട് ഹർവിറ്റ്സ് എഴുതുക. റൂട്ട് ഹർവിറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടും നോ സൈൻ ചേഞ്ച് കിട്ടും. സോ ഇറ്റ്സ് ഇൻ 0. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ഗെയിൻ മാർജിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ മാർജിൻ കാണാൻ നമുക്ക് സമയം എടുക്കും. പക്ഷെ ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. അപ്രോപ്രിയേറ്റ് ആയതുകൊണ്ട് 40 -20 വരും. സോ ഇറ്റ്സ് -20 എന്ന് വരും. -20 dB. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് -20 dB. Determine the behavior of the unity closed system ആണ്. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 into s plus 1 the whole square by s into s minus 1 the whole square plus s plus 10. So ഇതിന്റെ ആൻസറിലും കൺഫ്യൂസിംഗ് ആണ്. സോ സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ എന്നുള്ള രീതിക്കാണ്. സോ ഇറ്റ്സ് ഇൻ സ്റ്റേബിൾ. ആൻസർ കീ വരുന്നത് വരെ ഇറ്റ്സ് സ്റ്റേബിൾ, ബട്ട് യു ക്യാൻ എക്സ്പെക്ട് മോർ. ഐഡന്റിഫൈ ദ കൈൻഡ് ഓഫ് സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് കൈൻഡ് ചോദിച്ചിരിക്കുന്ന ഒറിജിനൽ ഉണ്ട്. x1 ഡാഷ് ആണിത്. x1 ഡാഷ് is equal to x2. Sorry, this is x1 dash is equal to x2. x2 dash is equal to sin. x2 dash is equal to sin x1 minus x2. So singular point, focus node, saddle points. Confusing ആണ്. So ഇതിന്റെ ആൻസർ not correct. Answer key വരുന്നത് വരെ it's in saddle point, but it's confusing. സോ ഇതില് നമുക്ക് കണ്ട ക്വസ്റ്റ്യൻസിൽ ഒരു മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് അവോയ്ഡിങ് രീതിയിൽ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഇക്വേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇലക്ട്രിക്കൽ അധികം ടഫ് ആവാത്ത രീതി ചോദിച്ചിട്ടുണ്ട്, ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ കീ വന്നിട്ട് ബാക്കി ഡിസ്കഷൻസ് നമുക്ക് ക്വസ്റ്റ്യന്റെ കറക്റ്റ് നോക്കാം. ഓക്കെ, താങ്ക്സ്.